പണ്ട് നാടൻ ഭാഷ പറയാറുണ്ട്, കടിച്ചേനേക്കാൾ വലുതാണ് മാളത്തിലിരിക്കുന്നതെന്ന്. ഇന്ന് ഒരു കുട്ടിയെ വളർത്തുന്ന രക്ഷകർത്താവിന് അവനെ നന്നാക്കാനും മിടുക്കനാക്കാനും സൽബുദ്ധി ഉണ്ടാക്കാനും വിവരജ്ഞാനിയാക്കാനും ജ്ഞാനി വിവേകിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പള്ളിക്കുടുത്തി വിടുന്നത്. പണ്ടത്തെ കാലത്ത് പള്ളിക്കുടുത്തി വിടുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. നമ്മളെ അങ്ങ് വിടുക. കാരണം വീട്ടിലെ 8-10 പിള്ളേരുണ്ട്. ആരെങ്കിലുമൊക്കെ പള്ളിക്കുടുത്തി പോകണം. അവിടുന്ന് ഉപ്പാവോ കഞ്ഞിയോ ഒക്കെ കുടിച്ച് സന്തോഷമായിട്ട് മണ്ണും പ്രകൃതിയും ചുറ്റുപാടും പട്ടിയും പൂച്ചയും ഒക്കെ അറിഞ്ഞ് സൈക്കിളിൻ്റെ ടയറൊക്കെ ഉരുട്ടി കമ്പോട്ടിക്കലം കളിച്ച് ഗോലി കളിച്ച് പിന്നെ അതുപോലെ തന്നെ ഓരോ സംഗതികൾ കളിച്ച് സ്ലേറ്റും പെൻസിലും ഒക്കെ കൊണ്ടങ്ങ് പോവുക. എന്തോ പാച്ചുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ പാച്ചു നമ്മളങ്ങ്. ഒന്നും അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയും ചുറ്റുപാടുകളും മനുഷ്യനും വേറൊരു ഒരു 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 ഉൾക്കരുത്തുമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയാം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ 10, 1, 1.5, 2 ഉള്ളൂ. എന്നിട്ടും 2 3 എന്നും പറഞ്ഞ് കുറേ ഉണ്ടാക്കാൻ വയ്യാത്തവന്മാരെല്ലാം കൂടെ ബഹളം വെക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 1 2 എണ്ണത്തിന് എവിടെ വിടും പഠിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ കണ്ടില്ലേ, കോൺവെൻറ്റിൽ ദൈവഭക്തിയും ഭയവുമുള്ള സിസ്റ്ററിൻ്റെ അടുത്ത് വിട്ട്. അപ്പോൾ സിസ്റ്റർ നടത്തിയ അഭ്യാസങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ പ്രകടനവും ഒരു PTA പ്രസിഡൻറ്റും എല്ലാം കൂടെ നടത്തിയത് ഇല്ല, മനുഷ്യർ ഭയപ്പെട്ടു പോകുന്ന ഒരു പ്രകടനമാണ് നടത്തിയത്. എന്നാൽ ഇത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിലേക്ക് പൊതുവിദ്യാലയത്തിലേക്ക് വിട്ടാനുള്ള സ്ഥിതി എന്തുവാ? അവിടെ ഒരു നാണിയും നാരായണനും ഒന്നുമില്ല. ആകെ ഈ എണ്ണവും മറ്റേതും മറിച്ചതുമേ ഉള്ളൂ. നല്ലൊരു ശതമാനം കുട്ടികളിലും അവിടെ ഡ്രഗ്സിൻ്റെ ഉപയോഗവും യാതൊരു നിയന്ത്രണമില്ലായ്മയും എല്ലാം ഉണ്ട്. ആരാ അവിടെ നിയന്ത്രിക്കാനുള്ള? അങ്ങോട്ടും ഇങ്ങോട്ടും അധ്യാപകർ തമ്മിൽ തന്നെ നിയന്ത്രിച്ച് കുളവായി കിടക്കുക. CBSE സ്കൂളിൽ കൊണ്ടാക്കിയാലുള്ള സ്ഥിതി എന്തുവാ? CBSE സ്കൂളിൽ കൊണ്ടാക്കിയാൽ അവർ നല്ല വെടിപ്പായിട്ട് നല്ല ശമ്പളം വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ അധ്യാപകരെ കുറച്ച് പേരെ വെച്ച് അവർ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞ് പഠിപ്പിക്കും. ഇത് പഠിപ്പിക്കുന്നതുകൊണ്ട് വല്ലതും ആവുമോ? ഒന്നും ആവില്ല. വീണ്ടും 15,000 16,000 കൊടുത്ത് ഓരോ സബ്ജക്റ്റിനും ഓരോ സ്ഥലത്ത് ട്യൂഷന് വിടണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഒരു ടീച്ചറുടെ കൈ മാറ്റാനുള്ള ഒരു ന്യായം. അതായത് കുട്ടി ഇടത് കൈ കൊണ്ട് എഴുതുന്നു, അത് വലത് കൈ കൊണ്ടാക്കിയില്ലെങ്കിൽ വലിയ മഹാസംഭവം നടക്കും, ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വലത് കൈ കൊണ്ടല്ലാത്തവരെല്ലാം വേറെ ആരാണ്ടൊക്കെയാണ്. ദേ കേൾക്കാം. 3 പ്രാവശ്യം ഈ കാര്യം ഇവിടെ വന്ന് സംസാരിച്ചു പോയിരുന്നു. 3 പ്രാവശ്യം വൈഫ് വന്നിട്ട് ഈ ഒരു കാര്യം ലെഫ്റ്റ് റൈറ്റ് സംസാരിച്ചു പോയിരുന്നു. എന്തിനു പറയുന്നു? പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ഇതുപോലെ പല സ്കൂളിൽ പല ഇതുപോലെ ലെഫ്റ്റ് ചെയ്തിട്ട് റൈറ്റ് അല്ല, ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതണ ദുശീലാണ് ആണ്. ദുശീലാണോ? പിന്നെ തെറ്റെന്നാണ്, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. സൈക്കോളജി പഠിച്ചിട്ടില്ലല്ലോ ടീച്ചർ. ഞാൻ ഡോക്ടർക്ക് തലക്ക് വട്ടാണ് ടീച്ചർ പറഞ്ഞത്. ഇവന്റെ കുട്ടി സ്കൂളിലേക്ക് ഞാൻ യൂണിഫോം ഇടാതെ കുട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ പറയുക, യൂണിഫോം രാവിലെ ഇടുമ്പോൾ ആ കുട്ടിക്ക് ആ മാനസികമായിട്ട് കുട്ടി തകരും. ആ കുട്ടിക്ക് സ്കൂളിലേക്ക് വരാതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം കുട്ടിയുടെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞാൽ അതെ ഞാൻ വിളിച്ചത്. ആ കുട്ടി സ്കൂളിലേക്ക് ഞാൻ വരുന്നില്ല എന്നൊരു 1ാം ക്ലാസ്സിലെ കുട്ടി പറയുകയാണെങ്കിൽ ആ കുട്ടി മെന്റലി കൊളാപ്സായി. കേട്ടല്ലോ, ഭയങ്കരമായി തർക്കിക്കുക. എൻ്റെ പൊന്ന് ടീച്ചർമാരെ, ഈ പറയുന്ന ലോകത്ത് ഇടതുകയ്യന്മാരായ വളരെ പ്രശസ്തരായ ഒരുപാട് പേരുണ്ട്. ആക്ടേഴ്സിനെയും സെലിബ്രിറ്റീസിനെയും പറയാനാണെങ്കിൽ ആഞ്ചലീന ജോലി, കീനു റാവിസ്, സ്കാർലറ്റ് ജോൺസൺ, ജൂലിയ റോബർട്ട്സ്, ജെന്നിഫർ ലോറൻസ്, ടോം ക്രൂയിസ്, മോർഗൻ ഫ്രീമാൻ, നിക്കോൾ കിഡ്മാൻ, ബ്രൂസ് വില്ലിസ്. മ്യൂസീഷ്യൻസ് ആണെങ്കിൽ പോൾ മക്കാർട്ട്നി, ജിം ഹെൻഡ്രിക്സ്, എമിനം, ജസ്റ്റിസ് ബീബർ, ലേഡി ഗഗ, കുർട്ട് കോബെയിൻ, സിലേൻ ഡിയോൺ, ഇവരെല്ലാം. ഫുട്ബോൾ കളിക്കാരാണെങ്കിൽ സ്പോർട്സിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലിട്ട് അന്തർമാമന്ത്രിയെയും ആൻഡോഗസ്റ്റിനെയും വലയ്ക്കുന്ന ലയണൽ മെസ്സി, റാഫേൽ നദാൽ, പെലെ, സാനിയ മിർസ, വസീം അക്രം, ഡേവിഡ് സിൽവ, ബിൽ റസൽ. പിന്നെ ലീഡേഴ്സും തിങ്കേഴ്സും ആണെങ്കിൽ ബറാക്ക് ഒബാമ, ബിൽ ക്ലിൻ്റൺ, മഹാത്മാഗാന്ധി, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, ലിയാനോ ഡാവിഞ്ചി, വിൻസ്റ്റൺ ചർച്ചിൽ, ഇവരെല്ലാം ഇടത്ത് കൈക്കാരാണ്. പിന്നെ റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ലൂയിസ് കരോൾ, മാർക്ക് ട്വൈൻ, മൈക്കിൾ ആഞ്ചലോ, പാബ്ലോ പിക്കാസോ, ഇവരെല്ലാം ഇടത്ത് കൈക്കാരാണ്. ഈ പറയുന്ന ആളുകളെല്ലാം ഇടത്ത് കൈ കൊണ്ട് ലോകം മുഴുവൻ അറിഞ്ഞവരാണ്.
അപ്പോഴാണ് ഒരു കുട്ടി വലത്ത് കൈ കൊണ്ടേ എഴുതത്തുള്ളൂ. ആ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കുക, പീഡിപ്പിക്കുക, വാശി പോലെ. ഇത് കണ്ടാൽ തോന്നുന്നത് എന്താണെന്നറിയോ? ഇപ്പം ഈ പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികളുടെ അത്രയും പോലും വിവരവും വിവേകവും ഒരു ഔചിത്യബോധവും ഇവരെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും ഈ അധ്യാപകർക്കില്ല എന്നുള്ളതാണ് മഹാഭൂരിപക്ഷം പേർക്കും. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഏതെങ്കിലും അധ്യാപകർക്ക് വിഷമം തോന്നിയാൽ ഇവരെല്ലാം ഇതൊരു തൊഴിലോ ഉപജീവന മാർഗമായിട്ട് കാണുക. ഇവരുടെ മനസ്സിൽ കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ കുടുംബത്തിലെ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ഫ്രസ്ട്രേഷൻ. ഏതെങ്കിലും നല്ല മിടുക്കിയായ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ അധ്യാപകനോ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അവളെ പണിയണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവനെ പണിയണം എന്നുള്ള രീതിയിൽ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്നത് കുട്ടികളോടാണ്. ഒരുതരം എന്താ പറയുന്നത്, കാടന്യായി. എന്നാൽ ഇതെല്ലാം പഠിപ്പിച്ചാലോ ഈ പഠിത്തം കൊണ്ട് വല്ല കാര്യമുണ്ടോ? വേറെ ഇതിനെല്ലാം പാരലായിട്ട് പഠിക്കാൻ പോകണം. വല്ല 1-2 കുട്ടിയും കാണാം മെനക്കെട്ടിരുന്ന് ഇതിൻ്റെ പേര് പഠിക്കുക. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വല്ല ക്യാരക്ടർ പഠിക്കാനുണ്ടോ? ഇല്ല. വേറെന്തെങ്കിലും സംഗതി ഉണ്ടോ? ആകെ ഉള്ളത് എന്താ? കമ്മ്യൂണിറ്റി ലീവിങ് പഠിക്കാം എന്നൊക്കെ പറഞ്ഞാണ്. എന്ത് കമ്മ്യൂണിറ്റി ലീവിങ്? ഇത്തരം സംഗതികളാണ്. പല സ്കൂളുകളിലും അധ്യാപകർ തമ്മിലുള്ള വഴക്കിന് ഇടയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് വിദ്യാർത്ഥികളാണ്. ഇതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഗതി എന്താണെന്നറിയോ? ഒരു സുഹൃത്ത് പറഞ്ഞത് എനിക്ക് വ്യക്തമല്ല. CBSEയിൽ ഫ്രീ എഡ്യൂക്കേഷനുള്ള അവസരം ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതിയാൽ മതി, ഫ്രീ സ്കൂളിംഗ്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. ഈ 1-2 ഉള്ളതിന് അവർ രക്ഷകർത്താക്കൾ വളർത്തിക്കൊള്ളുന്നേ. ഈ സ്കൂൾ തന്നെ വേണമെന്നൊന്നുമില്ല. അവരെല്ലാ സബ്ജക്റ്റിനും ട്യൂഷൻ കൊടുക്കും. അവർ എല്ലാ കുട്ടിക്കും ചില സബ്ജക്റ്റ് അവർക്ക് ഭയങ്കര പാഷൻ ഉണ്ടാവും, അത് അവരങ്ങ് പഠിച്ചോളും. പിന്നെ ഇപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതിൽ നോക്കി അവർ പഠിച്ചോളും. അവരിതൊക്കെ വായിച്ചോളും, അവർ നോക്കിക്കോളും, ഇതെല്ലാം ചെയ്തോളും. വെറുതെ എന്തിനാണ് ഈ സമയം ഈ ക്ലാസ് റൂമുകളിൽ ചിലവഴിച്ച് ഇവരുടെ ജീവിതം കളയുന്നത്? എന്തുണ്ടാക്കാൻ? എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ 99.9% എന്ന് പറയുന്നത് എന്തുവാ? കുറച്ച് പേര് മിടുക്കരായിട്ട് ഇതിനൊക്കെ പോയി 100-ൽ 100 മാർക്ക് വാങ്ങിക്കുന്ന പാരലൽ ട്യൂഷന് ഇംഗ്ലീഷിനും കണക്കിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ പോകുന്നവർ കാണും. ബാക്കിയുള്ള കുറച്ച് പേരെ ഏത് ഉത്തരം എഴുതിയാലും തള്ളി കയറ്റി വിടുമ്പോൾ എല്ലാം കൂടെ 99 ആരെ കാണിക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് ഈ സമ്മർദ്ദം, അപ്പോൾ എല്ലാവരുടെയും അസുഖം തീരും. ഈ സ്കൂളുകളിലുള്ള ഈ വടംവലി, നമുക്ക് ഈ പിള്ളേർ പഠിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഒന്നും പറയാനൊക്കില്ല. പലയിടത്തും കുട്ടികൾ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയരുത്, ഞങ്ങളാണ് അവിടെ പഠിക്കുന്നത്, നമ്മൾ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുന്ന കുട്ടി വേറൊരു മാനസികാവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. അപ്പോൾ ഇതിനകത്ത് വല്ല 1-2 അധ്യാപകർ കാണും ഇതിനകത്തൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പാഷനോ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെ വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഈ ചക്കളത്തി പോരാട്ടത്തിന് തയ്യാറായി. മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിൽ കുറച്ച് പേര് മാനേജറുടെ സ്വന്തം ആളുകൾ, ബാക്കി അവരെല്ലാവരും കൂടെ ചേർന്ന് ബാക്കി കുറച്ച് പേരെ വിരോധികൾ. പിന്നെ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും ഉണ്ട് ഇതുപോലെ മാനേജരും സംവിധാനവും അവരുടെ സ്വന്തക്കാരും ഇതിനകത്ത് പലതരം ഘടകങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് വളരെ ചക്കളത്തി പോരാട്ടത്തിൽ ഈ കുട്ടികളുടെ ഭാവി സത്യത്തിൽ ഈ പള്ളിക്കൂടങ്ങളിൽ കളയുക. അങ്ങനെ പറയേണ്ടി വരുന്നൊരു വിഷമമുണ്ട്. ഞാൻ ഇച്ചിരി കടത്തി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇടത്ത് കൈക്ക് പകരം വലത്ത് കൈ ആക്കുന്ന ടീച്ചർ ഒരു കുട്ടിയുടെ തലയെ തട്ടം കിടന്നപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അവരുടെ മൊത്തം വസ്ത്രവും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന അവർക്ക് കണ്ടപ്പോൾ പേടി തോന്നി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മര്യാദയും ഒരു പൊതുസമൂഹത്തിന് യോജിക്കാത്ത, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ചന്തകളിൽ പോലുമുള്ള ഒരു ചന്തനീതി പോലും പലയിടങ്ങളിലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഒന്നെങ്കിൽ എന്ത് വേണം? ഇതിനൊക്കെ NOC കൊടുക്കുമ്പോൾ സർക്കാർ ഇതിനൊക്കെ നിബന്ധന ഉണ്ടാക്കി ഇന്നതൊക്കെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കണം. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആളുകളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് എന്താ കാര്യം? കുട്ടികളുടെ ഭാവി ഇല്ലാതാവുകയാണ്. അവർ വേറൊരു രാജ്യത്തും വേറൊരു സ്ഥലത്തും പഠിക്കാൻ ചെല്ലുമ്പോഴാണ് ഈ 10-15 കൊല്ലം വെറുതെ കളഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് സത്യം. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അവരിടത്തോ വലത്തോ കയ്യോ കാലോ കൊണ്ട് എഴുതി അങ്ങ് ജീവിച്ചോളും ടീച്ചറെ. അവരെയൊക്കെ ഇട്ട് ഇടങ്ങേറ് ചെയ്യാതിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ.